എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ Bream ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഡീപ്പായിട്ടാണ് വരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഒരു മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കേണ്ടത്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടാണ് വരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു വലിയ മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരഞ്ഞെടുത്തതിലൊക്കെ നല്ലതുപോലെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഒരു വശത്ത് നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ച് വെച്ചിട്ട് ഈ വശത്തു കൂടി നന്നായിട്ട് മസാലയൊന്ന് പുരട്ടിയെടുക്കാം. അതുപോലെ ഈ സൈഡിൽ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്കും മസാല നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉൾവശത്തൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ മസാലയൊക്കെ പുരട്ടിയ ശേഷം 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. ഫ്രീസറിലല്ല വയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മസാല ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 2 മീനാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും മസാല നമുക്ക് 2 മീനിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1 മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി കുറച്ച് മസാല വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു വലിയ ട്രേയിൽ അലുമിനിയം ഫോയിലൊക്കെ വെച്ചതിന് ശേഷം അതിലൊരല്പം എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ടാണ് ഈ മീൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 225 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 225 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ചിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എനിക്കിതിവിടെ 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇത് തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ 2 കോയിലും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഗ്രിൽഡ് ഫിഷ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്